ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവശങ്കർ തിരിച്ചു പോന്ന കാര്യത്തെപ്പറ്റിയൊക്കെ പറയാനായിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് വരികയാണ്. അമ്മേ, മറ്റന്നാൾ ഞാൻ തിരിച്ചു പോവുക. അതെങ്ങനെ ശരിയാകൂടാ? നീ പോയാൽ ഹരിയുടെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കും? നീ പോയി കഴിഞ്ഞാൽ അവൻ്റെ കേസും കാര്യങ്ങളുമൊക്കെ പിന്നെ ആര് നോക്കാനാണ്? അവനെ ജാമ്യത്തിൽ ഇറക്കണ്ടേ മോനെ? അപ്പോൾ ശിവശങ്കർ പറയുന്നുണ്ട്, അവനെ ഇനി പുറത്തിറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ. കാണേണ്ട ആളുകളെയൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു. അവനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എത്ര കാശ് ചെലവാക്കാനും എനിക്കൊരു മടിയുമില്ല. ഈ ഒരു കേസായതുകൊണ്ട് തന്നെ ആരും അവൻ്റെ കാര്യത്തിൽ സഹായിക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ലീവ് എടുത്ത് ഞാൻ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അമ്മേ. അതുകൊണ്ട് മറ്റന്നാൾ തന്നെ തിരിച്ചു പോകാനാണ് എൻ്റെ തീരുമാനം. തൽക്കാലം മനുവിനെ കാര്യങ്ങളൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ നോക്കിക്കോളും എല്ലാം. എന്തായാലും ഞാൻ തിരിച്ചു പോവാം എന്നിങ്ങനെ പറയുന്നുണ്ട് ശിവശങ്കർ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല മോനെ, വൈജയുടെ കാര്യത്തിലും എന്തെങ്കിലും ഒരു തീരുമാനം ഒപ്പിക്കണ്ടേ? നിങ്ങൾ തിരിച്ചു പോയാൽ അവൾ വാടക വീട്ടിലേക്ക് മാറുമെന്ന് പറഞ്ഞാ നിൽക്കുന്നേ. അലീനയുള്ള വീട്ടിൽ ഞാൻ നിൽക്കില്ലെന്നാ അവൾ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്നിങ്ങനെ മുത്തശ്ശി പറയും. അപ്പോൾ ശിവശങ്കർ പറയുന്നുണ്ട്, നിൽക്കുന്നില്ലെങ്കിൽ നിൽക്കണ്ട, അവൾ അവളുടെ അഹങ്കാരം വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ കമല അങ്ങോട്ടേക്ക് വരും. ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് കമല ഒരു സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. അപ്പോൾ ശിവശങ്കർ പറയുന്നുണ്ട്, അല്ലെങ്കിലും അലീനയെ ബാലേന്ദ്രൻ പറഞ്ഞയക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അത് വേണ്ട മോനെ, എന്തായാലും അലീനയെ ആരും എങ്ങോട്ടും പറഞ്ഞയക്കേണ്ട. അവൾ നിൽക്കേണ്ട വീടും അതുതന്നെയാണല്ലോ. എന്തായാലും അവളുടെ അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉള്ളത് ആ വീട്ടിലല്ലേ, അപ്പം അവളും അവിടെ വേണം നിൽക്കാൻ. മുത്തശ്ശി പറയുന്നത് കേട്ട് ശിവശങ്കർ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ അതിശയിക്കൊന്നും വേണ്ട. ഗംഗാധരൻ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു. അലീന വൈജയുടെ മകളാണെന്ന്. ആ കുഞ്ഞ് മരിച്ചു പോയെന്നല്ലേ നിങ്ങളെല്ലാവരും അന്ന് പറഞ്ഞത്? എന്നിട്ടിപ്പോൾ അലീന അവൾ എവിടുന്ന് വന്നു എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. എന്നാൽ വെളിയിൽ നിന്ന് ഇത് കേട്ടുകൊണ്ടിരുന്ന കമല ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. അലീന വൈജയുടെ മകളോ? അവള് ബാലേന്ദ്രൻ്റെ അവിഹിത സന്തതിയാണെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ച് കമല ആ സൈഡിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ശിവശങ്കർ മുത്തശ്ശിയുടെ അരികിൽ പണ്ട് നടന്ന ആ വലിയൊരു രഹസ്യം വെളിപ്പെടുത്തുകയാണ്. സ്റ്റാൻലി എന്ന ക്രിസ്ത്യാനിയിൽ വൈജയ്ക്ക് ജനിച്ച ആ പെൺകുഞ്ഞ് അന്ന് മരിച്ചിട്ടില്ലായിരുന്നു. ആ കുഞ്ഞിനെ എല്ലാവരിൽ നിന്നും അകറ്റാൻ വേണ്ടി ഞങ്ങളൊരു നാടകം കളിച്ചതാ. ആ സ്റ്റാൻലിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കി അവൻ എഴുന്നേക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്കാക്കി. അങ്ങനെയാകുമ്പോൾ അവൻ ഒരിക്കലും അവളെ തേടി വരില്ലല്ലോ. വൈജയുടെ പ്രസവം കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ അച്ഛൻ ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിലേക്ക് മാറ്റി. എന്നിട്ട് വൈജയോട് ആ കുഞ്ഞ് മരിച്ചുവെന്നും സ്റ്റാലിൻ നിന്നെ ചതിക്കായിരുന്നു എന്നും ഒക്കെ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അയാളുടെ വിവാഹം കഴിഞ്ഞുവെന്നും അയാളിനി ഒരിക്കലും നിന്നെ വിളിക്കില്ലെന്നും നിന്നെ ചതിച്ചതാണെന്നും ഒക്കെ പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തി. അങ്ങനെയാണ് അവളുടെ മനസ്സ് മാറ്റിയെടുത്ത് ബാലേന്ദ്രനുമായിട്ടുള്ള വിവാഹം നടത്തിയത്. അപ്പോൾ മുത്തശ്ശി പറയാണ്, എൻ്റെ ഈശ്വര, എന്തൊക്കെയാ മോനെ ഈ കേൾക്കുന്നത്? എന്തിനാ മോനെ നിങ്ങളൊക്കെ കൂടി ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിലാക്കിയത്? അപ്പോൾ ശിവശങ്കർ പറയുന്നുണ്ട്, അതു പിന്നെ അമ്മേ, അന്ന് അതല്ലാതെ വേറൊരു മാർഗവുമില്ലായിരുന്നു. അയാൾ അവളെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവനൊരു ക്രിസ്ത്യാനിയല്ലായിരുന്നോ? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവളോട് കള്ളം പറയേണ്ടി വന്നത്. എന്നാലും മോനെ, അലീന നമ്മുടെ സ്വന്തം മകളല്ലായിരുന്നോടാ. സ്വന്തം സഹോദരങ്ങൾ പോലും അവളെ എന്തോരം വേദനിപ്പിച്ചു. എന്തിന് നമ്മുടെ രോഹിത്ത് പോലും അവളുടെ അരികെ മോശമായിട്ട് പെരുമാറിയില്ലേ? അതെ അമ്മേ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, അലീനയ്ക്ക് അറിയില്ലേ അവളുടെ അമ്മ വൈജയാണെന്ന്? ശിവശങ്കർ പറയുന്നുണ്ട്, അതൊക്കെ അറിയാം. എന്നാലും അവൾ ഒരിക്കലും ആ സത്യങ്ങളൊന്നും ആരുടെ മുന്നിലും വെളിപ്പെടുത്തില്ല. പിന്നെ ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് അമ്മയോട് ഞാനൊരു കാര്യം കൂടി പറയാം. എന്തായാലും വൈജയുടെ മുൻകാല ചരിത്രങ്ങളൊക്കെ അലീന വൈജയുടെ മകളാണെന്ന കാര്യം ഉൾപ്പെടെ ബാലചന്ദ്രന് എല്ലാം തന്നെ അറിയാം. ഇത് കേട്ടതും മുത്തശ്ശി ആകെ ഒന്ന് ഞെട്ടി തെരിച്ച് നിൽക്കുന്നുണ്ട്. എന്താ മോനെ നീ പറഞ്ഞത്? ബാലേന്ദ്രൻ സത്യങ്ങളൊക്കെ അറിഞ്ഞോ? അതെ അമ്മേ, അവനെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വൈജയോടിപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പിന്നെ ഞാൻ അമ്മയോടൊരു കാര്യം പറഞ്ഞേക്കാം. മകളോട് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാൻ പറ. അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ അവൾക്ക് തന്നെ കൊള്ളാം. അല്ലെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ മക്കളുടെയൊക്കെ ചോദ്യത്തിന് മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശിവശങ്കർ അവിടെ നിന്ന് പോകും. ഇതേസമയം കമലയാകട്ടെ ആ റൂമിൻ്റെ ഒരു സൈഡിലേക്ക് മാറി നിന്ന് ഇവർ പറഞ്ഞതെല്ലാം തന്നെ കേട്ടോണ്ട് ആകെ ഒരു ഞെട്ടലോടുകൂടി നിൽക്കുകയാണ്. അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നീ ഈ പിഴച്ചവളെന്ന് പറഞ്ഞ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന മൊത്തം സ്വന്തം മകളെയായിരുന്നല്ലേ? അതെന്തായാലും കൊള്ളാടി.
എന്തായാലും എനിക്ക് നിന്റെ മുഖത്ത് നോക്കി നല്ല നാലെണ്ണം പറയണം, ഞാൻ ദിവ്യരുവാടി എന്നും പറഞ്ഞുകൊണ്ട് അവള് കടപ്പാട്ടൂരേക്ക് പോകാനായിട്ട് റെഡിയാവുന്നുണ്ട്. അന്നേരം ശിവശങ്കർ ചോദിക്കുന്നുണ്ട്, അല്ല കമലെ, നീ ഇപ്പം ഇത് എങ്ങോട്ടാ പോകുന്നേ? അത് പിന്നെ ശിവേട്ട, ഞാൻ വൈജേട്ടരിക്ക് വരെ പോവാണ്. അവളെ കണ്ടിട്ടിപ്പോൾ ഒരുപാടായില്ലേ. അവൾ ആ വീട്ടിലെത്തിയ ശേഷം ഞാനിതുവരെ അങ്ങോട്ടേക്കൊന്നും പോയില്ലല്ലോ. അപ്പോൾ ശിവശങ്കർ പറയും, എന്നാ ഒരു 5 മിനിറ്റ്, ദേ ഞാനും കൂടി വരാം. അപ്പോൾ കമല പറയുന്നുണ്ട്, അതൊന്നും വേണ്ട ശിവേട്ട, ശിവേട്ടനും കൂടെ എൻ്റെ കൂടെ വന്നാൽ അമ്മേട്ടരിക്ക് പിന്നെ ആരാ ഉള്ളത്? അതുകൊണ്ട് ശിവേട്ടൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വേഗം വരാം എന്നും പറഞ്ഞ് കമല കാറെടുത്ത് കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോവുകയാണ്. കടപ്പാട്ടൂരെത്തി കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. കൃഷ്ണമോളാണ് വന്ന് വാതിൽ തുറക്കുന്നത്. ആഹാ, ആരാ ഇത്? കമലാൻ്റിയോ? കമലാൻ്റി എന്താ ഈ വഴിക്കൊക്കെ? അതെന്താടി, എനിക്കിപ്പോൾ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് വല്ലതും ഉണ്ടോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. സാധാരണ രീതിയിൽ കമലാൻ്റി ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല. ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് എന്തോ ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. അതേടി, ഞാൻ വന്നതിന് ഒരു കാരണമുണ്ട്. എന്തായാലും ഞാൻ നിന്റെ അമ്മയെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് കമല നേരെ വൈജയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. കമലേട്ടത്തിയോ? ഏട്ടത്തി ഇതെപ്പോൾ വന്നു? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ വൈജയ്. അല്ല, നിന്റെ കാലിനൊക്കെ ഇപ്പം എങ്ങനെയുണ്ട്? നടക്കാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ചെറിയൊരു പെയിൻ ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ പോട്ടെ. അല്ല, കമലേട്ടത്തി എന്താ ഇതുവഴിയൊക്കെ എന്നിങ്ങനെ വൈജയ് ചോദിക്കുമ്പോൾ കമല പറയും, അത് പിന്നെ ഞാൻ നിന്നെ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാ വൈജയ്. ചില രഹസ്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അത് നിന്നോടൊന്ന് ചോദിക്കണമെന്ന് തോന്നി. എന്ത് രഹസ്യം? എന്ത് രഹസ്യമാണ് കമലേടത്തേക്ക് എന്നോട് ചോദിക്കാനുള്ളത്? അത് പിന്നെ വൈജയ്, ഈ സ്റ്റാൻലി ആരാ? അയാളെ നിനക്ക് പരിചയമുണ്ടോ എന്നിങ്ങനെ കമല ചോദിച്ചതും ഒരു ഇടി വെട്ടിയതുപോലെ നിൽക്കുകയാണ് വൈജ. കുറേ നേരത്തേക്കിന് അവളൊന്നും തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അന്നേരം കമല പിന്നെയും ചോദിക്കും, അല്ല വൈജയ്, നീ മറുപടി ഒന്നും പറഞ്ഞില്ല. അത് പിന്നെ കമലയെടുത്തി പഠിക്കുന്ന കാലത്ത് സ്റ്റാൻലി എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഓഹോ, ക്ലാസ്മേറ്റ് മാത്രമായിരുന്നോ അതോ നിന്റെ കാമുകനായിരുന്നോ വൈജയ് എന്നിങ്ങനെ കമല ചോദിക്കുമ്പോൾ വൈജ ആകെ ഒരു ഞെട്ടലോടുകൂടി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കമല പറയുന്നുണ്ട്, എന്നാലും എൻ്റെ വൈജയ്, നിനക്ക് ഇങ്ങനെയൊരു കഥയുള്ള വിവരം ഞാൻ അറിയാൻ കുറച്ച് വൈകിപ്പോയല്ലോടി. ഒരുത്തൻ്റെ കൂടെ അഴിഞ്ഞാടി നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചില്ലേടി? അത് മറച്ചു വെച്ചിട്ടല്ലേടി നീ ഈ ബാലേന്ദ്രൻ്റെ കൂടെ ജീവിക്കുന്നത്? കൊള്ളാലോടി വൈജയ് എന്നിങ്ങനെ കമല പറയുമ്പോൾ വൈജയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, അല്ല കമലയെടുത്തി ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? കമല പറയുന്നുണ്ട്, ഞാൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞാൽ എന്താ, സംഭവം ഉള്ളതാണല്ലോ. അത് പിന്നെ കമലയെടുത്തി, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. പിന്നെ ഏട്ടത്തി പറഞ്ഞ പോലെ ഞാൻ അയാളുടെ കുഞ്ഞിനെ ഒന്നും പ്രസവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടാവേണ്ടതല്ലേ എന്നിങ്ങനെ വൈജ കള്ളം പറയുമ്പോൾ കമല പറയുന്നുണ്ട്, ദേ വൈജയ്, മതി നിന്റെ അഭിനയം. ഞാനെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നെ കാണാൻ വന്നത്. നീ ഒരു പെൺകുഞ്ഞിനെ അല്ലേടി പ്രസവിച്ചത്? എന്നിട്ടിപ്പോൾ ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന് നിനക്കറിയണോ? അയ്യോ കമലയെടുത്തി, അതിന് ആ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ മരിച്ചുപോയല്ലോ. അപ്പോൾ കമല പറയുന്നുണ്ട്, അത് കൊള്ളാം. അത് നിന്റെ ആങ്ങളമാരും നിന്റെ അച്ഛനും കൂടെ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച കഥയല്ലേ? നിന്റെ കുഞ്ഞ് മരിച്ചിട്ടൊന്നുമില്ല. നിന്റെ അച്ഛൻ കുഞ്ഞിരാമമേനോൻ നിന്റെ ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിൽ കൊണ്ട് തള്ളി. എന്താ കമലേട്ടത്തി, ഏട്ടത്തി എന്താ പറഞ്ഞത്? എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ലെന്നോ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നീ ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു ചുക്കുമില്ല. ഇനി ഈ പറഞ്ഞതിന് വല്ല തെളിവും വേണമെങ്കിൽ ഈ നിമിഷം തന്നെ ഞാൻ നിനക്ക് എൻ്റെ തെളിവ് തരാം. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഈ വീട്ടിൽ തന്നെ ഉള്ളത്. അപ്പോൾ വൈജി ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിലോ? അതിൻ്റെ എന്ത് തെളിവാണ് ഈ വീട്ടിലുള്ളത്? അപ്പോൾ കമല പറയുന്നുണ്ട്, നിന്റെ മകള് ഈ വീട്ടിൽ തന്നെയുണ്ട്. നീ ഇവിടെ അടുക്കളക്കാരിയായിട്ട് നിർത്തിയിട്ടില്ലേ അലീന, അവളാണ് നിന്റെ മകള്. നീ പിഴച്ച് പ്രസവിച്ച നിന്റെ മകള് എന്നിങ്ങനെ കമല പറയുമ്പോൾ വൈജ ആകെ ഞെട്ടലോടുകൂടി നിൽക്കാണ്. ഇല്ല, ഞാൻ ഇത് വിശ്വസിക്കത്തില്ല. അലീന എൻ്റെ മകളല്ല, അത് ബാലേന്ദ്രൻ്റെ അവിഹിത സന്തതിയാണ്. അപ്പോൾ കമല പറയാണ്, അതൊക്കെ നിന്റെ തോന്നൽ മാത്രമാണ് വൈജയ്. അവള് നിന്റെ മകളാണ്, നിന്റെ സ്റ്റാലിൻ്റെ മാത്രം മകള്. ഇത്രയും പറഞ്ഞിട്ടും നിനക്കിതൊന്നും വിശ്വാസമാകുന്നില്ലെങ്കിൽ നീ പോയി DNA ടെസ്റ്റ് ചെയ്യ്. അപ്പോൾ അറിയാലോ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. ഞാൻ പറയുന്നത് സത്യമാണോ അല്ലോ എന്നൊക്കെ അപ്പം നിനക്ക് മനസ്സിലാകും. എന്തായാലും എനിക്കിതൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല വൈജയ്. നീ ഇത്രയും തരം താഴ്ന്നവളാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കഷ്ടം എന്നൊക്കെ പറഞ്ഞ് വളരെ പുച്ഛഭാവത്തോടു കൂടി തന്നെ കമല അവിടെ നിന്ന് പോവുകയാണ്. അവൾ പോയതിനു ശേഷം വൈജ അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. ഈ കേൾക്കുന്നതൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? എന്തായാലും അവൾ പറഞ്ഞതുപോലെ തന്നെ
കമലേട്ടത്തി പറഞ്ഞതുപോലെ തന്നെ DNA ടെസ്റ്റ് എടുത്തു നോക്കണം. എങ്ങനെയെങ്കിലും അതിൻ്റെ സാമ്പിള് അവളിൽ നിന്ന് എടുക്കണം. അങ്ങനെ DNA ടെസ്റ്റ് എടുക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് വൈജി എത്തുന്നുണ്ട്. പിന്നീട് കുറേ നേരത്തിന് ശേഷം വൈജിക്കുള്ള ജ്യൂസുമായിട്ട് അലീന ആ റൂമിലേക്ക് എത്തുകയാണ്. മാഡം, ജ്യൂസ് എന്ന് പറയുമ്പോൾ നിറ കണ്ണുകളോടുകൂടി വൈജ അലീനെ തന്നെ നോക്കി നിൽക്കും. ആ നോട്ടത്തിൽ തന്നെ വൈജ മനസ്സിൽ പറയുന്നുണ്ട്, അലീന മോളെ, നീ എൻ്റെ മകളാണോ? ഈ നിന്നോടാണോ ഞാൻ ഇത്രയും കാലം യുദ്ധം ചെയ്തത് എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് വൈജ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മാഡം ഈ ജ്യൂസ് ഇവിടെ വെക്കട്ടെ? ആ വെച്ചോ മോളെ എന്ന് അറിയാതെ വൈജയുടെ വായിൽ നിന്ന് വരും. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകും. അലീന ജ്യൂസ് അവിടെ വെച്ചിട്ട് തിരിഞ്ഞു നോക്കി തന്നെ ആ റൂമിൽ നിന്ന് പുറത്തു വരും. കണ്ണ് നിറഞ്ഞാണ് വൈജ ആ റൂമിൽ നിന്ന് പുറത്തു വരുന്നത്. അലീന റൂമിൽ നിന്ന് പുറത്തു വരുന്നത്. അലീനയെ കാണുമ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി എന്താ കരയുവാണോ? ഞാൻ അപ്പോഴേ വിചാരിച്ചതാ ചേച്ചി അമ്മയ്ക്കുള്ള ജ്യൂസുമായിട്ട് ആ റൂമിലേക്ക് പോയപ്പോഴേ അമ്മ ചേച്ചി എന്തേലുമൊക്കെ പറയുമെന്ന്. സാരമില്ലേ ചേച്ചിക്ക് അറിയാവുന്നതല്ലേ അമ്മയുടെ സ്വഭാവം. ചേച്ചി ഒന്നും കാര്യമാക്കണ്ട. അതല്ല മോളെ, വൈജ മേഡം എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല. ഞാൻ ജ്യൂസുമായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ എന്നെ വളരെ സഹതാപത്തോടു കൂടി കുറച്ചു നേരം നോക്കി. എന്നിട്ട് ആ ജ്യൂസ് അവിടെ വെച്ചേരാ മോളെ എന്നിങ്ങനെ പറഞ്ഞു. ചേച്ചി എന്തായി പറയുന്നേ? അമ്മ ചേച്ചിയെ മോളേന്ന് വിളിച്ചെന്നോ? അതേ മോളെ, വൈജ മേഡം എന്നെ മോളേന്ന് വിളിച്ചു. അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ കമലാൻറ്റി വന്നപ്പോൾ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. കമലാൻറ്റി വന്നു പോയതിൽ പിന്നെയാണ് അമ്മയ്ക്ക് ഇങ്ങനൊരു മാറ്റം. ഇനി ഈ സ്നേഹപ്രകടനം അമ്മ വല്ല പണിയും തരാനായിരിക്കും ചേച്ചി? ഏയ്, അങ്ങനെയായിരിക്കാൻ ഒരു വഴിയില്ല മോളെ. അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെന്നപ്പോൾ അമ്മ കരയായിരുന്നു. മോള് പറഞ്ഞതുപോലെ കമലാൻറ്റി എന്തോ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ഉറപ്പായ ചേച്ചി. കമലാൻറ്റി അങ്ങനെ വെറുതെ വരികയൊന്നുമില്ല. അമ്മയോടെന്തോ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞാണ് റൂമിലേക്ക് പോയത് തന്നെ. രഹസ്യമോ? എന്ത് രഹസ്യം? അത് തന്നെയാ ചേച്ചി എനിക്കും അറിയാത്തേ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. വൈജിക്ക് വന്ന മാറ്റത്തെക്കുറിച്ചൊന്നും അവർ ബാലേന്ദ്രനോട് ഒന്നും തന്നെ പറയുന്നില്ല. മോളെ അലീന, ഭക്ഷണം എടുത്തു വെക്ക്. അല്ല, നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചല്ലോ. കഴിച്ചു വെച്ചാ എന്ന് പറഞ്ഞ് അലീന ബാലേന്ദ്രന് ഭക്ഷണം വിളമ്പി കൊടുക്കും. അങ്ങനെ പിന്നീട് വൈജ അലീനയുടെ ചെരുപ്പിൽ നിന്ന് അവളുടെ മുടി കളക്ട് ചെയ്യാണ്. അതിനുശേഷം പിന്നീട് തൻ്റെയും മുടി ചേർത്ത് DNA ടെസ്റ്റിന് അയക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം DNA ടെസ്റ്റിന് റിസൾട്ട് വരുന്നുണ്ട്. ആ റിസൾട്ട് കണ്ടതും വൈജയന്തി ആകപ്പാട് ഞെട്ടിത്തെറിച്ച് നിൽക്കും. എൻ്റെ ഈശ്വര, അലീന എൻ്റെ മകള് തന്നെയായിരുന്നോ? സ്വന്തം മകളോടാണോ ഞാൻ ഇത്രയും നാളും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ ചിന്തിച്ച് വൈജ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ കമലെടുത്തി വന്ന് പറഞ്ഞതെല്ലാം ശരിയായിരുന്നോ? എൻ്റെ അച്ഛനും എൻ്റെ സഹോദരന്മാരും ചേർന്ന് എന്നെ ചതിച്ചു. എൻ്റെ അച്ഛനും എൻ്റെ സഹോദരന്മാരും ചേർന്ന് എന്നോട് കള്ളം പറഞ്ഞു. എൻ്റെ കുഞ്ഞു മരിച്ചെന്ന് അവരെല്ലാവരും എൻ്റെ അടുക്കെ കള്ളം പറഞ്ഞു. ഇതൊക്കെ ഓർത്ത് വൈജ പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആ DNA റിസൾട്ടുമായിട്ട് വൈജ വീട്ടിലെത്തുന്നുണ്ട്. അലീനയായിരിക്കും ഡോറ് തുറക്കുക. അലീനയെ നോക്കി വൈജ നിറ കണ്ണുകളോടെ കുറേ നേരം അങ്ങനെ തന്നെ നിൽക്കും. അലീന അപ്പോൾ വൈജയോട് ചോദിക്കുന്നുണ്ട്, അല്ല മേഡം ഇതെവിടെ പോയതാ ഈ വയ്യാത്ത കാലം വെച്ച്? ഞാനൊരു സ്ഥലം വരെ പോയതാ എന്ന് പറഞ്ഞ സമാധാനത്തിൽ മറുപടിയൊക്കെ പറഞ്ഞ് വൈജ അകത്തേക്ക് കയറും. മേഡം എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ ഭക്ഷണം എടുത്ത് വെക്കട്ടെ? എടുത്തു വെക്ക് എന്നിങ്ങനെ വൈജ പറയുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവും. വൈജ സാധാരണ അലീന ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും കഴിക്കാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ വൈജയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു മറുപടി അലീന ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്ന് തന്നെ അലീന ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് വൈജയ്ക്ക് വിളമ്പി കൊടുക്കും. കഴിക്കുന്നതിൻ്റെ ഇടയിൽ വൈജ ചോദിക്കുന്നുണ്ട്, നീ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല മേഡം. അല്ല മേഡം ഇത് എന്നോട് തന്നെയാണോ ഈ പറയുന്നത്? അല്ല, നീയല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? വീട്ടുവേലക്കാരിയാണെങ്കിലും ഭക്ഷണം തന്നില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ അകത്താകുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് തൽക്കാലം നീ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക. അയ്യോ, അത് വേണ്ട മേഡം, ഞാൻ കിച്ചണിൽ പോയിരുന്ന് കഴിച്ചോളാം. മേഡം ഇപ്പോൾ കഴിക്കുക. അതൊന്നും പറ്റില്ല. എന്തായാലും നീ ഇന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല എന്നൊക്കെ വൈജ പറയുമ്പോൾ അലീന വൈജയുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കും. അന്നേരം വൈജ അലീനയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടാണ് ബബിതയും കൃഷ്ണമോളും അങ്ങോട്ട് വരുന്നത്. ബബിതേച്ചി, ഇതേ അങ്ങോട്ട് നോക്കിയേ, നമ്മുടെ അമ്മ തന്നെയല്ലേ അലീന ചേച്ചിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്? അതെ മോളെ, നമ്മുടെ അമ്മ തന്നെ. അമ്മയ്ക്കിത് എന്തു പറ്റി? എന്തായാലും കൊള്ളാം, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ, അച്ഛൻ വരുമ്പോൾ കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് വൈജ അലീനയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ബബിത ഫോട്ടോ എടുക്കും. എന്നിട്ട് ബബിതയും കൃഷ്ണമോളോടെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അല്ലമ്മേ, കാക്ക വല്ലതും മലന്ന് പറക്കുവോ?
കാണാത്ത കാഴ്ചകളൊക്കെയാണല്ലോ ഇപ്പൊ കാണുന്നത്. നേരെ അലീന ചേച്ചിയെ നേർക്ക് നേരെ കണ്ട കടിച്ചു കീറാൻ ചെല്ലുന്ന അമ്മ ഇന്ന് ചേച്ചിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. സത്യം പറ അമ്മേ, അമ്മയ്ക്ക് എന്താ ഉദ്ദേശം? എനിക്കെന്തുദ്ദേശം? എനിക്കൊരു ഉദ്ദേശവും ഇല്ല. ഭക്ഷണം വിളമ്പി കൊടുത്തു എന്ന് കരുതി എനിക്ക് അവളോടുള്ള ദേഷ്യം മാറിയെന്നൊന്നും നിങ്ങൾ കരുതണ്ട. എന്നാലും അമ്മേ, ആ കമലാൻറ്റി വന്ന് പോയത് മുതൽ ഞാൻ അമ്മയെ ശ്രദ്ധിക്കുക. അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്. അലീന ചേച്ചിയോട് വല്ലാത്തൊരു സ്നേഹം. അതൊക്കെ നിന്റെ തോന്നലാ, അല്ലാതെ ഇവളുടെ അരികെ എനിക്കൊരു സ്നേഹവും ഇല്ല. രോഹിത്തിനെയൊക്കെ പുറത്തിറക്കിയതൊക്കെയല്ലേ, അതുകൊണ്ട് മാത്രമാണ് ഇവളെ ഞാനിപ്പോൾ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരുത്തിയത്. പിന്നെ അലീന, ഇനി നീ വേണം എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. മാസം നല്ലൊരു തുക ശമ്പളമായിട്ട് വാങ്ങുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇനി മുതൽ നന്നായിട്ട് പണിയെടുക്കണം എന്നും പറഞ്ഞ് വൈജ അവിടെ നിന്ന് പോകും. വൈജയുടെ ഉള്ളിൽ അലീനയോട് നല്ല സ്നേഹമുണ്ടെങ്കിലും അവളതൊന്നും പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ ബബിത പറയും, എന്തോ ഒന്നുണ്ട് ചേച്ചി. എന്തായാലും ഇപ്പോൾ അമ്മയ്ക്ക് ചേച്ചിയോട് വലിയ ദേഷ്യമൊന്നുമില്ല. അമ്മയുടെ ദേഷ്യം മാറിയെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ട്. എന്തായാലും അത് കണ്ടുപിടിക്കണം. അപ്പോൾ കൃഷ്ണമോൾ പറയണ, പിന്നെയുണ്ടല്ലോ ചേച്ചി, ഞങ്ങളുടെ അമ്മയോട് പറയല്ല, കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കണ്ട. എന്തോ ഒരു പണി വരാൻ പോകുന്ന എൻ്റെ മനസ്സ് പറയുന്നേ. അപ്പോൾ അലീന പറയും, എന്ത് ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് മോളെ. മേഡം എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് അതിലൊന്നും ഒരു പരാതിയില്ല എന്നും പറഞ്ഞ് അലീന കിച്ചണിലേക്ക് പോവാണ്. അപ്പോൾ ഭവിത കൃഷ്ണമോളോട് ചോദിക്കും, ഈ അലീന ചേച്ചി എന്താ ഇങ്ങനെ? അമ്മ എന്തുമാത്രം ദ്രോഹം അലീന ചേച്ചിയോട് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ചേച്ചിക്ക് അമ്മയോട് ഒരു ദേഷ്യവും ഇല്ല. അന്നേരം കൃഷ്ണമോൾ അവിടെ പുഞ്ചിരിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൾ മനസ്സിൽ പറയുന്നുണ്ട്, നമ്മുടെ അമ്മ അലീന ചേച്ചിയുടെയും പെറ്റമ്മയല്ലേ. അപ്പോൾ ബബിത ചോദിക്കും, അല്ല നീ എന്താ ഈ ചിന്തിക്കുന്ന? ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞ് കൃഷ്ണമോൾ അങ്ങ് അകത്തേക്ക് കയറിപ്പോവും.